കഴിഞ്ഞ വീഡിയോയിൽ സ്വരാക്ഷരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളിലേക്ക് കടക്കുകയാണ്. വ്യഞ്ജനാക്ഷരങ്ങൾ പ്രധാനമായും കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. കീബോർഡിലും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിംഗ് ഉണ്ട്. നമുക്ക് ആ ഗ്രൂപ്പിംഗ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കീബോർഡിൽ കവർഗം കെയിലാണ് തുടങ്ങുന്നത്, ചവർഗം കോളനിൽ, ടവർഗം ബ്രാക്കറ്റിൽ, തവർഗം എല്ലിൽ, പവർഗം എച്ചിൽ, ഇങ്ങനെയാണ്. പൊസിഷൻ ഓർത്തിച്ചിരുന്നാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ടൈപ്പ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഇവിടെ നമ്മൾ ഡയറക്റ്റ് പ്രസ് ചെയ്യുന്നതും ഷിഫ്റ്റ് വെച്ച് പ്രസ് ചെയ്യുന്നതുമുണ്ട്. സ്വരാക്ഷരങ്ങൾ മുഴുവൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ചെയ്തിരുന്നത്. വ്യഞ്ജനാക്ഷരങ്ങൾ ഷിഫ്റ്റ് ചെയ്തും അല്ലാതെയും ചെയ്യാറുണ്ട്. കെ ഡയറക്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ക, ഷിഫ്റ്റ് ഇഖ, തൊട്ടുമുകളിൽ ഗ, ഷിഫ്റ്റ് ഇഖ, തൊട്ടടുത്ത വശം ഷിഫ്റ്റ് യു, ങ. കവർഗത്തിൻ്റെ തൊട്ടടുത്താണ് തവർഗം. അതും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ത, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇത്ത, തൊട്ടുമുകളിലേക്ക് ദ, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇത്ത, ന കുറച്ചെങ്കിൽ മാറിയാണ് ഇവിടെ വരും വീല്, ന. അടുത്തത് ചവർഗമാണ്. കവർഗം, തവർഗം, ചവർഗം. ഇത് ഡയറക്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ച, ഷിഫ്റ്റ് ഇച്ച, തൊട്ടുമുകളിൽ ഡയറക്റ്റ് ജ, ഷിഫ്റ്റ് ഇജ്ജ, ഞ വലത്തേക്ക് വരും. റൈറ്റ് ബ്രാക്കറ്റിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഞ. അടുത്തത് ടവർഗമാണ്. കവർഗം, തവർഗം, ചവർഗം, ടവർഗം. അതുപോലെ തന്നെ ഡയറക്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ട, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇഡ, തൊട്ടുമുകളിൽ ഡ, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇഡ്വ, ന ഇങ്ങോട്ട് വരും. നായുടെ തൊട്ടിപ്പുറത്തേക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സി, ന. അടുത്തത് പവർഗമാണ്. പവർഗം ക, ത, ച, ഡ, പ എച്ചിലാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഡയറക്റ്റ് പ്രസ് ചെയ്യുമ്പോൾ പ, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇബ്ബ, തൊട്ടുമുകളിൽ ബ, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇബ്ബ. സിയിൽ ഡയറക്റ്റ് പ്രസ് ചെയ്യുമ്പോൾ മ. സിയിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ മയാണ് വരുന്നതെങ്കിൽ ഡയറക്റ്റ് പ്രസ് ചെയ്യുമ്പോൾ മായാണ്. ക മുതൽ പ വരെയുള്ള അക്ഷരങ്ങൾ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കാണിക്കാം. കെ ഡയറക്റ്റ് ക, ഷിഫ്റ്റ് ഇഖ, തൊട്ടുമുകളിൽ ഡയറക്റ്റ് ഗ, ഷിഫ്റ്റ് ഇഖ, തൊട്ടടുത്ത് ഷിഫ്റ്റ് യു, ങ. കവർഗം, തവർഗം. ത ഡയറക്റ്റ് ഷിഫ്റ്റ് ഇത്ത, തൊട്ടുമുകളിൽ ദ ഡയറക്റ്റ് ഷിഫ്റ്റ് ഇദ്ധ, ന, വി. ച ഡയറക്റ്റ് ഷിഫ്റ്റ് ഇച്ഛ, തൊട്ടുമുകളിൽ ജ ഡയറക്റ്റ് ഷിഫ്റ്റ് ഇജ്ജ, ഞ, റൈറ്റ് ബ്രാക്കറ്റ് ഷിഫ്റ്റ്. ട ഡയറക്റ്റ് ഷിഫ്റ്റ് ഇഡ, തൊട്ടുമുകളിൽ ഡ ഡയറക്റ്റ് ഷിഫ്റ്റ് ഇഡ്വ, ന. നായ്ക്കപ്പുറത്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സി പ്രസ് ചെയ്യുമ്പോൾ ന. എച്ച് ഡയറക്റ്റ് പ, ഷിഫ്റ്റ് ഇബ്ബ, തൊട്ടുമുകളിൽ ബ, ഇബ്ബ. ഇവിടെ സി ഡയറക്റ്റ് മ. ഇപ്പോൾ ക മുതൽ പ വരെയുള്ള എല്ലാ വർഗ്ഗങ്ങളും കഴിഞ്ഞു. ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അക്ഷരങ്ങളാണ് വരുന്നത്. യാര, ലാവ, ശാഷ, സാഹ തുടങ്ങിയവയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്കത് ഓരോ കീയും മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ടി വരും. അത് നമുക്ക് ഓരോ സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ശ്രദ്ധിച്ച് നോട്ട് വെച്ച് റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ അത് പഠിക്കാൻ എളുപ്പമാകൂ. ടൈപ്പ് ചെയ്ത് കാണിക്കാം. ഇവിടെ റൈറ്റ്
ഡയറക്റ്റ് പ്രസ് ചെയ്യുമ്പോൾ യ. ജയിൽ ഡയറക്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ര. എന്നിൽ ഡയറക്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ല. ബിയിൽ ഡയറക്റ്റ് പ്രസ് ചെയ്യുമ്പോൾ വ. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് എമ്മിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷ. തൊട്ടിപ്പുറത്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഷ. എമ്മിൽ ഡയറക്റ്റ് പ്രസ് ചെയ്യുമ്പോൾ സ. യുവിൽ ഡയറക്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഹ. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് എൻ, ള. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ബി, ഴ. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ജെ, റ. ഇനി ചില്ലക്ഷരങ്ങളാണ്. ചില്ലക്ഷരങ്ങൾക്ക് ചില ചെറിയ വ്യത്യാസങ്ങൾ ഓരോ കീബോർഡിലും ഉണ്ടാകാം. സാധാരണ ഇൻസ്ക്രിപ്റ്റ് കീബോർഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രം കാണിച്ചു തരാം. ഇൻ എന്നത് വി ഡയറക്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നായാണ് വരുന്നത്. ഈ നായുടെ കൂടെ വി പ്ലസ്, അതായത് വി കഴിഞ്ഞിട്ട് ഡി പ്രസ് ചെയ്തതിന് ശേഷം റൈറ്റ് ബ്രാക്കറ്റിൽ പ്രസ് ചെയ്യുമ്പോഴാണ് അതിനായി മാറുന്നത്. അതായത് ചില്ലക്ഷരങ്ങൾ തൊട്ട് നമുക്ക് കോമ്പിനേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇൻ ടൈപ്പ് ചെയ്യുന്നതിന് വി, ഡി, റൈറ്റ് ബ്രാക്കറ്റ്. ഇവിടെ ഷിഫ്റ്റ് ഉപയോഗിക്കുന്നില്ല, അപ്പോഴാണ് ഇൻ ആവുന്നത്. അതിനൊക്കെ നിൽ അതുപോലെ തന്നെയാണ്. ഇവിടെ ഡയറക്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ലായാണ് വരുന്നത്. ല കഴിഞ്ഞ് ഡി, ല, ഡി, റൈറ്റ് ബ്രാക്കറ്റ്, ഇൽ. ഇൽ അതുപോലെ തന്നെ ആദ്യം ള ടൈപ്പ് ചെയ്യണം. ഷിഫ്റ്റ് എന്നാണ് ള. ള ടൈപ്പ് ചെയ്തു. ള കഴിഞ്ഞിട്ട് ഡി പ്രസ് ചെയ്തു. ഡി പ്രസ് ചെയ്തിട്ട് റൈറ്റ് ബ്രാക്കറ്റ് പ്രസ് ചെയ്യുമ്പോൾ അത് ളായി മാറുന്നു. ഇർ അതുപോലെ തന്നെ ആദ്യം ര ടൈപ്പ് ചെയ്യുന്നു. ഡി പ്രസ് ചെയ്യുന്നു. റൈറ്റ് ബ്രാക്കറ്റ്, ഇർ. ഇന്നതുപോലെ തന്നെ ആദ്യം ന ടൈപ്പ് ചെയ്യുന്നു. ഷിഫ്റ്റ് സി ആണ് ന. പിന്നെ ഡി ടൈപ്പ് ചെയ്യുന്നു. റൈറ്റ് ബ്രാക്കറ്റ്, എണ്ണായി മാറും. ഇനി കൂട്ടക്ഷരങ്ങളാണ്. കൂട്ടക്ഷരങ്ങളെല്ലാം ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഡി ഉപയോഗിക്കാം. ഡി ഒരു ജോയിനറാണ്. അക്ഷരങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഡി. അപ്പോൾ നമുക്ക് ഇക്കായാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ആദ്യം ക ടൈപ്പ് ചെയ്യാം. ശേഷം ഡിയിൽ ചെയ്യുക, ക. വീണ്ടും ക വരുമ്പോൾ അത് ഇക്കയാകുന്നു. അതുപോലെ ച ടൈപ്പ് ചെയ്യുന്നു. ഡിയിൽ പ്രസ് ചെയ്യുന്നു. വീണ്ടും ചാമ്പ് ഇച്ച, ഇക്ക, ഇഞ്ച. ഇങ്ങനെ ഏത് അക്ഷരങ്ങളും നമുക്ക് ഡി വെച്ച് ജോയിൻ ചെയ്യാം. ഇഞ്ച നോക്കാം. ആദ്യം ഞാ ടൈപ്പ് ചെയ്യുന്നു. ഡി ടൈപ്പ് ചെയ്യുന്നു. ച ടൈപ്പ് ചെയ്യുന്നു. ഇഞ്ച. ഇങ്ങനെ ഏത് കൂട്ടക്ഷരങ്ങളും തമ്മിൽ ഇടയ്ക്ക് ഡി എന്ന കീ ഉപയോഗിച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൂട്ടക്ഷരങ്ങളും ചെയ്യാൻ കഴിയും. അപ്പോൾ മലയാളം കീബോർഡിൻ്റെ ടൈപ്പിംഗ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ എല്ലാ അക്ഷരങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റിൽ ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാ അക്ഷരങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ കൂടുതൽ ലെങ്തി ആകാതിരിക്കാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇത് കാണാനും പഠിക്കാനും മനസ്സ് കാണിച്ചവർക്ക് എല്ലാവിധ നന്ദിയും ആശംസകളും അറിയിക്കുന്നു. താങ്ക്സ്.